നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഓരോ സമയത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ 2025 നവംബർ 10 ബുധൻ വക്രഗതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇത് വൃശ്ചികം രാശിയിലൂടെയാണ് നടക്കുന്നത്. ബുധൻ ബുദ്ധി, സംവാദശേഷി, ബിസിനസ്, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും അതുപോലെ തന്നെ പ്രശ്നങ്ങളെയും സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. പല രാശിക്കാരുടെയും ജീവിതത്തിൽ ഇത് വലിയ ചിന്താവേളകള്, ബിസിനസ് പ്രതിസന്ധി, ബന്ധപ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. ബന്ധങ്ങളിൽ പിരിമുറുക്കം, ധനനഷ്ടം, ബിസിനസ് പരാജയം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതേ സമയത്ത് ചില രാശിക്കാർക്ക് ഇത് മുഴുവനായിട്ടും എന്താ പറയാ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ എല്ലാ 12 രാശികൾക്കും എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നും അതിനു പുറമെ പ്രത്യേകിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന 5 രാശികൾക്ക് ഇത് എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഇടവം, മിഥുനം, കന്നി, വൃശ്ചികം, മീനം ഈ രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഇടവം രാശിയിലേക്ക് കടക്കാം. ഇടവൻ രാശിക്കാർക്ക് ബുധന്റെ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം നിരവധി പ്രതിസന്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് പലപ്പോഴും നഷ്ടങ്ങൾക്കും താൽക്കാലിക പ്രതിസന്ധികൾക്കൊക്കെ വഴിവെക്കുന്നുണ്ട്. കൂടാതെ പങ്കാളിയുമായിട്ടുള്ള വഴക്കുകളും സാമ്പത്തിക തർക്കങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ ഇരട്ടിയാവും. ആത്മവിശ്വാസമൊക്കെ കുറഞ്ഞ സാഹചര്യത്തിൽ ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകളും എന്താ പറയാ സംഘർഷങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതിന് കാരണമാവും. അടുത്തത് മിഥുനം രാശിയാണ്. അപ്പൊ മിഥുനം രാശിക്കാർക്ക് എന്താ പറയാ ഈ സമയം വളരെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ പരാജയമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ എന്താ പറയാ ചൊവ്വയുടെ അസ്തമയം നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കരിയറിൽ പ്രതീക്ഷിക്കാതെ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കൂടാതെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കുകയും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. പലപ്പോഴും പ്രശ്നങ്ങൾ പരമ്പരയായിട്ട് ഉയരുകയാണ് കാണുന്നത്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരികയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ബുധന്റെ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം പലപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ഉയരുകയും നിക്ഷേപങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യും. ഇത് സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതാക്കും. എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയൊക്കെ ചെയ്യും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം വൈകാരിക ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. പല രഹസ്യങ്ങളും പുറത്തു വരികയും അതിലൂടെ പുതിയ പ്രശ്നങ്ങൾ ഉദിച്ചു വരികയും ചെയ്യുന്ന ഒരു സമയമാണ്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പരാജയങ്ങളെയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. വേദനവും അതുപോലെ തന്നെ വിഷാദവും ഒക്കെ ഒരുപോലെ അനുഭവപ്പെടുന്ന സമയമാണിത്. ഈ കാലഘട്ടത്തിലെ ദേഷ്യം നിയന്ത്രിക്കുന്നതും ആത്മനിയന്ത്രണം പാലിക്കുന്നതും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് നമുക്ക് മീനം രാശിയിലേക്കാണ് കടക്കുന്നത്. മീനം രാശിക്കാർക്ക് വക്രഗതിയിലേക്കുള്ള ഈ ബുധന്റെ സഞ്ചാരം വൈകാരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പഴയ ഓർമ്മകളും പ്രണയ നൈരാശ്യവും മനസ്സിനെ അലട്ടും. കൂടാതെ ജീവിതത്തിൽ പലവിധ ഏറ്റക്കുറച്ചിലുകൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഭാവിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആശങ്കകൾ മനസ്സിനെ ബാധിക്കുകയും ചില യാത്രകൾ പരാജയപ്പെടാനുള്ള സാധ്യത ഉയരുകയും ചെയ്യും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, തലവേദന എന്നിവയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ 5 രാശികളും അതിലുൾപ്പെട്ട നക്ഷത്രക്കാരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാല് സൂര്യനോട് ഏറ്റവും ചേർന്നിട്ടുള്ള ഗ്രഹമാണ് ബുധൻ. അപ്പൊ അതിന്റെ മൗഢ്യം അത്രയ്ക്കുണ്ട്. അപ്പൊ അതിന്റെ തീവ്രത നമ്മുടെ ദോഷഫലത്തിലേക്കാണ് നയിക്കുക. അപ്പോൾ ബുധപ്രീതിക്കായിട്ട്
നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബുധൻ എന്ന ഗ്രഹത്തിന്റെ നിറം തന്നെ പച്ചയാണ്. അപ്പോൾ വീട്ടിലുള്ള തുളസി പുഷ്പം ഉണ്ടാവല്ലോ, അത് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. പ്രത്യേകിച്ച് നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. അല്ലെങ്കിൽ നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രങ്ങളിൽ തുളസി പുഷ്പം മാലയായിട്ട് കൊടുക്കാം. ബുധൻ നിങ്ങളെ കരിയർ, അതായത് വിദ്യാഭ്യാസം, തൊഴിൽ, ഇവയൊക്കെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ അമ്മാവന്മാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ബുധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തുളസി പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിനായിട്ട് പഞ്ചാമൃതം കഴിപ്പിക്കാം. അതുപോലെ തന്നെ ദാരിദ്ര്യ മോചനത്തിന് വേണ്ടിയിട്ട് വെണ്ണ നിവേദ്യം കഴിപ്പിക്കുക. വിദ്യാലാഭത്തിന് വേണ്ടിയിട്ട് ഉഷപൂജയും അതുപോലെ തന്നെ രോഗശാന്തിക്കായിട്ട് ഉച്ചപൂജയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വഴി നിങ്ങളുടെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.